ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ദേശീയോത്സവം ജില്ലയിൽ ഗംഭീരമായി കൊണ്ടാടി. കൃഷിവകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാർഷികോത്പന്ന വിപണികൾ കർഷകർക്കും ജനങ്ങൾക്കും പ്രയോജനപ്രദമായി. ഖാദി കൈത്തറി ഉത്പന്നങ്ങളുടെയും കരകൌശല വസ്തുക്കളുടെയും പ്രദർശന വിപണന മേളകളും ജനങ്ങൾ പ്രയോജനപ്പെടുത്തി. ഓണ സീസൺ കണക്കിലെടുത്ത് ആശ്രമം മൈതാനത്ത് ക്രമീകരിച്ച പ്രദർശന വിപണന മേളകൾക്കും സർക്കസ് ഷോയ്ക്കും വലിയ ജനപങ്കാളിത്തം ലഭിച്ചു. ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ മാവേലി മന്നനെ ഒരുക്കി നിരത്തുകളിൽ ബോധവത്കരണത്തിനിറക്കി. ഓണനാളുകളിലെ ഗതാഗത നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി പോലീസ് സേനയെ വലിയ തോതിൽ വിന്യസിച്ചിരുന്നു. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വ്യത്യസ്തമായ മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു. ഓണം മധുരം എന്ന പേരിൽ ഓണപ്പലഹാര പാചക മത്സരവും അലുവ കിണ്ടലും സംഘടിപ്പിച്ചു. തൊണ്ടുതള്ളൽ, കയർപിരി മത്സരങ്ങളും കൗതുകമായി. തിരുവോണനാളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊല്ലം സിറ്റിയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണസദ്യ ഒരുക്കി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി പുനലൂർ നഗരസഭയുടെയും ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ നഗരസഭയിൽ ഹരിത സംഗമം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ആശയവുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ബോധവത്കരണ പരിപാടികൾ, ശുചീകരണ തൊഴിലാളികൾക്ക് ആദരം, മെഗാ ശുചീകരണ ഡ്രൈവ്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ഇന്നൊവേഷൻ കാർബൺ ന്യൂട്രൽ ജീവിതശൈലി പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശ്രീനാരായണ വനിതാ കോളേജിൽ നടന്നു. കാർബൺ ന്യൂട്രൽ ജീവിതശൈലി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 60 വീതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ഓരോ സ്ഥാപനത്തിൽ നിന്നും 4 വിദ്യാർത്ഥികൾ വീതമുള്ള 6 ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു യൂണിറ്റ് രൂപീകരിച്ച് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ചവറ IRE ഇന്ത്യ ലിമിറ്റഡിന്റെ സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രീൻ എനർജി ഫോറവുമായി ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നാഷണൽ ആയുഷ് മിഷന്റെയും ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ ഉളിയക്കോവിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. വൈദ്യപരിശോധന, രോഗനിർണയ ടെസ്റ്റുകൾ, മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വകുപ്പ് മന്ത്രി OR കേളുവിന്റെ സാന്നിധ്യത്തിൽ അവലോകനം ചെയ്തു. വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വീട് ഉറപ്പാക്കുന്ന പദ്ധതി ജില്ലയിൽ കാര്യക്ഷമമായി നടക്കുന്നതായും പൂർണ്ണതയിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചികിത്സ, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയ്ക്കായുള്ള പദ്ധതികളിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിൽ ചേഞ്ച് ദി നറേറ്റീവ് എന്ന പേരിൽ ബോധവത്കരണ പരിപാടി നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ചേഞ്ച് ദി നറേറ്റീവ് എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിനിൽ കളക്ട്രേറ്റിലെത്തിയവർ താൽപര്യപൂർവ്വം പങ്കാളികളായി. ജീവിതത്തെ ശുഭപ്രതീക്ഷയോടെ കാണാനും വിലമതിക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന വാക്യങ്ങൾ അവർ കടലാസുകളിൽ കുറിച്ച് ബോർഡിൽ പതിപ്പിച്ചു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ പൊതുഗതാഗതം സംബന്ധിച്ച അഭിപ്രായ നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിക്കുന്നതിന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും വിധം ബസ് റൂട്ടുകൾ പുനർനിർണ്ണയിക്കുന്നത് അടക്കമുള്ള നടപടികൾ ജനകീയ സദസ്സിലെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.